കൃഷ്ണയുടെ പിറകെ നടക്കുന്ന ഒരു ഒരു ഓക്കെ ഒരു പൂവാലൻ. പണ്ടൊക്കെ 100 ദിവസം 150 ദിവസം അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കി 100 കോടി 200 കോടി അങ്ങനത്തെ ഒരു ഇതാണ്. ആസ് എ പ്രൊഡ്യൂസർ എന്താണ് എക്സ്പെക്ടേഷൻ? എനിക്ക് അത്രയും കോടിയൊന്നും വേണ്ട. ഇപ്പോൾ നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മേളിലാണ്. ഒരു 90% സിനിമകൾ, അതായത് 95% സിനിമകൾ. മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിലും ഇപ്പോൾ 4-5 കോടി രൂപ ഷെയർ വന്നു. അപ്പം ഇപ്പോൾ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറക്കുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിയൻസേ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ സ്പെൻഡിങ് മൂഡിലാണ്, ചെലവഴിക്കാന്നുള്ള കാര്യം. അപ്പം ഇവൻ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അകത്ത് AC-യിലാണെങ്കിലും വന്നിരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വിചാരിച്ച് സിനിമ കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൂട്ടിയില്ല, 2:30 തീർക്കാവുന്ന പറഞ്ഞു. ഇതില് അൽപ്പറമ്പിൽ ഗോപിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആണ് വിശ്വാസം. ദിലീപോളിയില്ലേ ഇതില് ഗോപിയാണ്. എനിക്ക് കല്യാണപ്രായമായിട്ടില്ല മുതുക്ക എന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിവിനായിട്ടൊരു ഇക്വേഷൻ എങ്ങനെയാണ് നിവിനായിട്ടും ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് നിവിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ സെറ്റാവും, അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പിറകെ നടക്കുന്ന ഒരു ഒരു ഓക്കെ ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു.